ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. 5ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ഒരു വെസ്റ്റ് നൈൽ മരണം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യത കണക്കിലെടുത്ത് കിർഗിസ്ഥാനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 5ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാളാണ് 5ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലും ന്യൂഡൽഹിയിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ എന്നിവർ ഇന്ന് ഉത്തർപ്രദേശിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഇന്ന് ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തും. BSP അധ്യക്ഷ മായാവതി ബസ്തി മണ്ഡലത്തിൽ പൊതുപരിപാടികളിൽ സംസാരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. 7ാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് ജൂൺ 1-നും 6ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-നും നടക്കും. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 സീറ്റുകളിലേക്കാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ 1ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. കൌണ്ടിംഗ് സൂപ്പർവൈസർ, കൌണ്ടിംഗ് അസിസ്റ്റന്റ് എന്നിവർ ഉൾപ്പെടുന്ന സംഘത്തെയും മൈക്രോ ഒബ്സർവർമാരെയുമാണ് നിയമിച്ചത്. വോട്ടെണ്ണൽ ജോലിക്ക് നിയോഗിച്ച ജീവനക്കാർക്കുള്ള നിയമന ഉത്തരവ് ഓൺലൈനായി സ്ഥാപന മേധാവികൾക്ക് ലഭ്യമാക്കും. ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനം ഈ മാസം 21-ന് നടക്കും. പത്തനംതിട്ട നിരണം പഞ്ചായത്തിലെ 11ാം വാർഡിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്ത് കള്ളിംഗ് നടപടികൾ ആരംഭിച്ചു. തദ്ദേശ മൃഗസംരക്ഷണ ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് നടപടികൾ. നിരണം ബെത്ലഹേം പള്ളിക്ക് സമീപ പ്രദേശങ്ങളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളുടെ കൃത്യമായ എണ്ണമെടുത്ത് അവയെ കൊന്ന് പ്രദേശം പൂർണ്ണമായും അണുവിമുക്തമാക്കുകയാണ് ലക്ഷ്യം. ആലപ്പുഴ ജില്ലയിൽ പുതുതായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത തഴക്കര, തലവടി, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 12,678 വളർത്തുപക്ഷികളെയാണ് കൊന്ന് മറവു ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ 10 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മുട്ട, ഇറച്ചി, വളം എന്നിവയുടെ ഉപയോഗവും വിപണനവും ജില്ലാ കളക്ടർ ഈ മാസം 25 വരെ നിരോധിച്ചു. മാവേലിക്കര, ഹരിപ്പാട് എന്നീ നഗരസഭകളിലും 38 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഈ നിരോധനം നിലവിൽ വന്നിട്ടുള്ളത്. രോഗം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ 3 മാസത്തേക്ക് പക്ഷികളെ വളർത്തുന്നതും നിരോധിച്ചിട്ടുണ്ട്. അതേസമയം തുടർച്ചയായി ആലപ്പുഴയിൽ പക്ഷിപ്പനി എത്തുന്നതിനാൽ സംഭവം വളരെ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കണമെന്നാണ് കേന്ദ്ര സംഘം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 31-ന് മുൻപ് കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. ഇന്ന് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണം. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മറ്റ് 2 ഷട്ടറുകൾ കൂടി 20 സെന്റിമീറ്റർ വീതം ഉടൻ ഉയർത്തുമെന്നും സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഊട്ടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര തിങ്കളാഴ്ച വരെ വിലക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ്, അഗ്നിരക്ഷാസേനാ വിഭാഗങ്ങളുടെ സഹായം ലഭ്യമാക്കാനും നീലഗിരി കളക്ടർ നിർദ്ദേശം നൽകി. തേനി, ഡിണ്ടിഗൽ, തെങ്കാശി എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്.
മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പകർച്ചപ്പനികൾക്കെതിരെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി 2 ദിവസത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രാമന്തളി പഞ്ചായത്തിലെ എട്ടിക്കുളം ബീച്ച് പരിസരത്ത് പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നാളെ കണ്ണൂർ ജില്ലയിൽ ശുചിത്വ ഹർത്താൽ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വെസ്റ്റ് നൈൽ മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം മരിച്ച 13 വയസ്സുള്ള വിദ്യാർത്ഥിനിയുടെ മരണമാണ് വെസ്റ്റ് നൈൽ കാരണമാണെന്ന് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. വയനാട്ടിൽ മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന കുറുവ ദ്വീപ് തുറക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ജില്ലാ കളക്ടറെ സമീപിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 29-ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചത്. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. നിലവിലെ സ്ഥിതി കോടതിയെ ധരിപ്പിച്ച് ദ്വീപ് തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല ചാലികത്ത പനച്ചിയിൽ അജീഷ് മരിച്ചതോടെയാണ് ആദ്യ ദിവസങ്ങളിൽ ദ്വീപ് അടച്ചത്. പിന്നീട് പുൽപ്പള്ളി പാക്കത്തെ തിരുമുഖത്തെ പോളും കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളിലാണ് ദ്വീപ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ കാരണമായത്. ഇത് കുറുവ ദ്വീപിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പട്ടിണിയിലാക്കുകയാണ് ചെയ്തത്. കുറുവ ദ്വീപിനകത്ത് ഇതുവരെ കാട്ടാനയുടെ ആക്രമണത്തിൽ ആരും മരിച്ചിട്ടില്ല. മറ്റെവിടെയും ഇല്ലാത്ത നിയന്ത്രണം കുറുവയിൽ ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഇവർ പറയുന്നു. കുറുവ ദ്വീപ് ഉടൻ തുറക്കാൻ ആവശ്യമായ ഇടപെടൽ കളക്ടർ നടത്തണമെന്ന ആവശ്യവും ഇവർ പങ്കുവച്ചു. പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അറിയിച്ച് ദ്വീപ് തുറക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ 18 റണ്ണിന് പരാജയപ്പെടുത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. ആൾക്കൂട്ട ആക്രമണത്തിനിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് അക്രമം നടക്കുന്നതായി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വിദ്യാർത്ഥികൾ വീടുകളിൽ തുടരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണെന്നും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. കിർഗിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായി വിദ്യാർത്ഥികൾ നിരന്തരം ബന്ധം പുലർത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയന്തര സഹായത്തിനായി ഇന്ത്യൻ എംബസിയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 055 571 0041 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില കൂടി. പവന് 640 രൂപ വർദ്ധിച്ച് 54,720 രൂപയായി. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 6,840 രൂപയിലെത്തി. ആഭ്യന്തര വിപണിയിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. പാലക്കാട് ജില്ലയിലെ നെൽകൃഷി 1ാം വിളയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജില്ലയിലെ നിലവിലെ സാഹചര്യം അനുസരിച്ചും കാലവർഷം യഥാസമയം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലും കർഷകർക്ക് നെൽകൃഷിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് യോഗം വിലയിരുത്തി. എന്നാൽ മഴയുടെ കുറവ് മൂലം ജില്ലയിലെ അണക്കെട്ടുകളിൽ നിന്ന് ജലസേചനത്തിന് വെള്ളം ലഭ്യമാക്കാൻ കഴിയില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ചിറ്റൂർ പുഴ ജലസേചന പദ്ധതിയിൽ നിന്നും ജലലഭ്യതയ്ക്കനുസരിച്ച് മാത്രമേ വെള്ളമെടുക്കാനാകൂവെന്നും കളക്ടർ പറഞ്ഞു. പാലക്കാട് കഞ്ചിക്കോട് അയ്യപ്പൻമലയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 കരടികൾ ചത്തു. 12ഉം 3ഉം വയസ്സുള്ള പെൺകരടികളുടെ ജഡം ഇന്നലെ KSEB ജീവനക്കാരാണ് കണ്ടത്. കാറ്റിലും മഴയിലും മരം വീണ് തകർന്ന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് കരടികൾക്ക് ഷോക്കേറ്റത്. ജില്ലയിൽ ആദ്യമായാണ് കരടികൾ ഷോക്കേറ്റ് ചത്ത സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വനം ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. 5ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ഒരു വെസ്റ്റ് നൈൽ മരണം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യത കണക്കിലെടുത്ത് കിർഗിസ്ഥാനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.